ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +1 ഇംഗ്ലീഷിൽ സേക്രഡ് ടർട്ടിൽസ് ഓഫ് കണ്ടാവു. കടവു എന്നാണ് കാണുമ്പോൾ നമുക്ക് തോന്നുമെങ്കിലും ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് കണ്ടാവു എന്നാണ്. അപ്പോൾ കണ്ടാവുയിലെ അത്രയും സേക്രഡ് ആയിട്ടുള്ള വിശേഷപ്പെട്ട ടർട്ടിൽസ് ആമകളുടെ ഒരു ഇതിഹാസം, കഥയല്ല എന്നാണ് ഇവർ പറയുന്നത്, ആക്ച്വലി ഉള്ള കാര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇതിഹാസം അതാണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കാം, ഇത് എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. സോ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓൺ ദ ഐലൻഡ്സ് ഓഫ് കണ്ടാവു, കണ്ടാവു പ്രൊനൗൺസ്ഡ് കണ്ടാവു, കണ്ടാവു എന്നാണ് ഇതിന് നമ്മൾ വായിക്കേണ്ടത്. വൺ ഓഫ് ദ ലാർജർ ഐലൻഡ്സ് ഓഫ് ദ ഫിജി ഗ്രൂപ്പ്. ഫിജി ഗ്രൂപ്പിൻ്റെ ലാർജർ ഐലൻഡ്സിൽ പെടുന്ന ഒരു ഐലൻഡാണ് കണ്ടാവു. ആൻഡ് സം 50 miles ബൈ വാട്ടർ ഫ്രം ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് സുവ. ക്യാപിറ്റൽ സിറ്റിയുടെ പേര് സുവ എന്നാണ്. അപ്പോൾ സുവയിൽ നിന്ന് 50 miles ദൂരെയാണ് ഇതുള്ളത്. ഇസ് എ ഫിജിയൻ വില്ലേജ് ഓഫ് നമുവാന. അവിടെയാണ്, കണ്ടാവു ഐലൻഡിലാണ്, അവിടെ നമുവാന എന്ന പേരുള്ള വില്ലേജ്, ഫിജിയൻ വില്ലേജിലാണ് നമുവാന ഉള്ളത്. നമുവാന നെസിൽസ് എന്ന് വെച്ചാൽ ഷെൽറ്റേഡ്, അതിൽ ഉണ്ട്, അതിൻ്റെ താഴെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അറ്റ് ദ ഫുട്ട് ഓഫ് എ ബ്യൂട്ടിഫുൾ ബേ അഡ്ജസൻറ്റ് ടു ദ ഗവൺമെൻറ് സ്റ്റേഷൻ ഇൻ വുനീസിയ ഹാർബർ. വുനീസിയ ഹാർബറിലുള്ള ഗവൺമെൻറ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ബേയുടെ കീഴിലാണ്, താഴെയാണ് ഈ വില്ലേജ് ഉള്ളത്. Here, the island of Kandau narrows down to an isthmus, and by climbing the hill behind the Namuana village, ഈ നമുവാന വില്ലേജിൻ്റെ ഹില്ല് നമ്മൾ ക്ലൈംബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ one can stand on the saddle and look out at the sea to the south and the north. സൗത്തിലേക്കും നോർത്തിലേക്കും ഒക്കെ നമുക്ക് സ്ട്രെച്ച് ചെയ്തെടുക്കുന്ന സീ കാണാൻ സാധിക്കും. ലെജൻഡ് സീസ് ദാറ്റ് ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്, ഈ ഒരു സാഡിൽ ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. ആ ഷേപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ലെജൻഡ് സീസ് ദാറ്റ് ഇൻ ദ ഡേയ്സ് ഗോൺ ബൈ, പണ്ട് സമയങ്ങളിൽ the warriors of the Kandavu island slide their canoes on rollers up over the narrow neck of land to save the long journey around the east and west of Kandavu island. ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടേ, ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇങ്ങനെ ഏറി നിന്ന് നോർത്തും വെസ്റ്റും സൗത്തും ഒക്കെ കാണാൻ സാധിക്കും. ഇങ്ങനെ അവരുടെ പണ്ട് കാലങ്ങളിൽ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പറയണേ, ഈ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ ക്യാനോ എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പായ്ക്കപ്പലുണ്ടല്ലോ, കപ്പലല്ലെങ്കിൽ അവരുടെ ബോട്ട്, അവർ ഇതിലൂടെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ആ ഒരു ദൂരം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. The women of Namuana village still preserve a very strange ritual, that of calling turtles from the sea. അപ്പം നമുവാന വില്ലേജിലെ സ്ത്രീകൾ വളരെ വിചിത്രമായ ഒരു ആചാരം ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. അതാണ് കടലിലുള്ള ആമകളെ മുകളിലേക്ക് വിളിക്കുന്നത്, കോളിംഗ് ടർട്ടിൽസ്. ഇഫ് യു വിസിറ്റ് നമുവാന വില്ലേജ് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടർട്ടിൽ കോളിംഗ് കാണാനും പറ്റും. യുവർ സ്കൂണർ ആങ്കേഴ്സ് ഇൻ എ ബ്യൂട്ടിഫുൾ ബേ റൈറ്റ് അണ്ടർ ദ ക്ലിഫ്സ് ഓഫ് എ റോക്കി ഹെഡ്ലാൻഡ്. അപ്പോൾ നിങ്ങളുടെ സ്കൂണർ, അതായത് നിങ്ങളുടെ ആ ഒരു സെയിലിംഗ് ബോട്ട് ഉണ്ടല്ലോ, പായ്ക്കപ്പൽ, അത് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ആങ്കർ ചെയ്യുന്നത്, അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. യു ലാൻഡ് ഓൺ ദ ബീച്ച് ആൻഡ് ദെൻ എയ്തർ സിറ്റ് ഓൺ ദ റോക്സ് ആൻഡ് ദ ബ്ലഫ്സ് ഓൺ ദ ബീച്ച് ഓർ ക്ലൈംബ് എ റോക്കി ട്രാക്ക് ടു എ പോയിന്റ് സം 150 or 200 feet അപ്പ് ദ റോക്ക് ഫേസ്. ഒന്നെങ്കിൽ ആ ബീച്ചിലായിരിക്കും ലാൻഡ് ചെയ്യുന്നത്, അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു റോക്കിയും ചെറിയൊരു ഹില്ല് ക്ലൈംബ് ചെയ്യാം. ആ ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹിയർ യു ഹാവ് എ സ്പ്ലെൻഡഡ് വ്യൂ, നല്ലൊരു ഭംഗിയുള്ള വ്യൂവും, ആൻഡ് വിൽ ഫൈൻഡ് അസംബിൾഡ് ഓൾ ദ മെയ്ഡൻസ് ഓഫ് ദ വില്ലേജ് ഓഫ് നമുവാന വില്ലേജിലെ എല്ലാ കന്യകമാരും ഒന്നിച്ച് നിൽക്കുന്നതും കാണാൻ സാധിക്കും, അസംബിൾ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സിംഗിങ് എ സ്ട്രേഞ്ച് ചാൻഡ്, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു മന്ത്രം ഉരുവിടുന്നതും കാണാൻ സാധിക്കും. ആസ് ദ ചാൻഡ്, അവർ മന്ത്രം ഉരുവിടുമ്പോൾ ഇഫ് യു ലുക്ക് വെരി കെയർഫുള്ളി ഡൗൺ ഇൻ ടു ദ വാട്ടർ ഓഫ് ദ ബേ, ആ വെള്ളത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ you will see giant turtles rise one by one to lie on the surface listening to the music. ആ മ്യൂസിക് കേട്ടുകൊണ്ട് വലിയ ആമകൾ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദിസ് ഇസ് നോട്ട് എ ഫെയറി ടെയിൽ, ഇതൊരു കെട്ടുകഥയൊന്നുമല്ല. ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ് ആൻഡ് ദ വാട്ടർ ഇൻ ദിസ് ഏരിയ ഇസ് ഫോർബിഡൻ ഫോർ ഫിഷിംഗ് ഓഫ് ടർട്ടിൽസ്. ഇത് ശരിക്കും നടക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ സ്ഥലത്ത് ആമയെ പിടിക്കൽ ഫോർബിഡൻ ആണ്, അത് എന്താണ്, പ്രൊഹിബിറ്റഡ് ആണ്. അവിടെ ആമയെ പിടിക്കാനോ ഫിഷിംഗ് ഒന്നും പാടില്ല. Another interesting sideline to this performance is that if any member of the nearby village of Nabukelavu is present, then the turtle will not rise to the surface of the bay. ഇതിൻ്റെ പിന്നിലുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മന്ത്രം ഉരുവിടുന്ന സമയത്ത് അടുത്ത വില്ലേജ് ആയിട്ടുള്ള നബുക്കെല്ലവിൽ നിന്നുള്ള ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ആമകൾ മുകളിലേക്ക് പൊന്തി വരില്ല. ആൻഡ് ദ ടർട്ടിൽ കോളിംഗ് വിൽ ഹാവ് ടു ബി അബാൻഡൻ. അപ്പോൾ പിന്നെ ആ ഒരു ആചാരം അന്ന് അവിടെ ഉപേക്ഷിക്കേണ്ടി വരും.
As is usually the case with such strange ceremonies and customs in Fiji, the turtle calling is based on an ancient legend still passed on from father to son among the Fijian people of KADAVU. അപ്പോൾ ഈ ടർട്ടിൽ ഒരുപാട് ആചാരങ്ങൾ, വിചിത്രമായ ആചാരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അതിൽ ടർട്ടിൽ കോളിംഗ് എന്ന് പറയുന്നത് പണ്ട് നടന്ന ഒരു ഇതിഹാസത്തിൻ്റെ ബേസിസിലാണ്. ഇപ്പോഴും തലമുറകളായിട്ട് കൈമാറി ഈ കഥകൾ അച്ഛൻ മകനിലേക്ക് ഇങ്ങനെ പകർന്ന് കൊടുത്തു പോകുന്നതാണ്. അപ്പം ആ കഥ എന്താണെന്നാണ് പറയുന്നത്, ആ ഇതിഹാസം എന്താണെന്നുള്ളത്. മെനി ഇയേഴ്സ് ആകോ, ഒരുപാട് വർഷം മുന്നേ, ഇൻ ദ ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് നമുവാന ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവു ഐലൻഡിലെ നമുവാന വില്ലേജിൽ ലിവ്ഡ് എ വെരി ലവ്ലി പ്രിൻസസ് കോൾഡ് ടിനൈക്കോ ബോഗ എന്ന് പറഞ്ഞ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. ഹു വാസ് എ വൈഫ് ഓഫ് ചീഫ് ഓഫ് നമുവാന വില്ലേജിൻ്റെ ചീഫിൻ്റെ ഭാര്യയാണ് ഈ രാജ്ഞി, ടിനൈക്കോ ബോഗ. ടിനൈക്കോ ബോഗ ഹാഡ് എ ചാമിങ് ഡോട്ടർ കോൾഡ് റൊഡാലിസ് എന്ന് പറഞ്ഞ നല്ലൊരു സുന്ദരിയായ ഒരു ചാമിങ് ആയിട്ടുള്ള ഒരു മകളും ഉണ്ടായിരുന്നു. ആൻഡ് ദ ടു വിമൻ ഓഫൻ വെൻ ഫിഷിംഗ് ഓൺ ദ റീഫ്സ് അറൗണ്ട് ദെയർ ഹോം. അവരുടെ വീടിൻ്റെ അടുത്തുള്ള റീഫ്സിൻ്റെ അവിടെ എന്ത് ചെയ്യായിരുന്നു, അവർ ഫിഷിങ്ങിന് പോകുമായിരുന്നു, രണ്ടുപേരും പോകുമായിരുന്നു. ഓക്കെ, ദെൻ once Tineco Boga and Rhodalis went further afield than usual. ഒരു ദിവസം അവരെന്ത് ചെയ്തു, ഇങ്ങനെ ഫിഷിങ്ങിൽ ഇങ്ങനെ മുഴുകി അവർ കുറച്ചുകൂടി ദൂരേക്ക് പോയി. They waded out on the submerged reefs which stretch out from the rocky headline to the east of the bay on which Namoana village is situated. Namoana villageന്റെ അടുത്ത് നിന്ന് അങ്ങോട്ടേക്ക്, ഈസ്റ്റിലേക്ക്, അങ്ങോട്ട് ദൂരേക്കായിട്ട് അവർ അങ്ങോട്ട് ആ റീഫുകളിലൂടെ ഇങ്ങനെ ഫിഷിങ്ങിനായിട്ട് അത്ര ഇതിലായിട്ട് പോയി. They became so engrossed with their fishing that they didn't notice a stealthy approach of a great war canoe filled with fishermen from the nearby village of Nabukalavu. അപ്പോൾ ഇവർ ഈ ഒരു ഫിഷിങ്ങിൽ എന്തുമാത്രം എൻഗ്രോസ്ഡ് ആയെന്ന് വെച്ചാൽ മുഴുകിപ്പോയെന്ന് വെച്ചാൽ ദേ ഡിഡിൻ നോട്ടീസ് സ്റ്റെൽത്തി അപ്രോച്ച്. സ്റ്റെൽത്തി എന്ന് വെച്ചാൽ സീക്രട്ടായിട്ട് വലിയൊരു വാറിൻ്റെ യുദ്ധക്കപ്പലിൽ അടുത്ത വില്ലേജിലെ നബുക്കലോ വില്ലേജിലെ ഫിഷർമെൻ വരുന്നുണ്ടായിരുന്നു. സ്റ്റെൽത്തി എന്ന് വെച്ചാൽ സീക്രട്ടായിട്ട്. This village is situated in the shadow of Mount Washington, the highest mountain on the KADAVU Island. KADAVU Islandലെ highest mountainന്റെ ഷാഡോയിലാണ് ഈ വില്ലേജ് ഉള്ളത്. Today, Mount Washington is well known to mariners because of the splendid lighthouse there, warning them of the dangers of rocky coastline. ഒരുപാട് ഈ നിറച്ച് പാറക്കെട്ടുകളൊക്കെ ഉള്ള കോസ്റ്റ് ലൈൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ മൗണ്ട് വാഷിങ്ടണിൽ അവിടെ എന്തുണ്ട്, ഒരു വലിയൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് ഹൗസ് ഉള്ളതുകൊണ്ട് അതത്ര ഫേമസ് ആണ് ഇന്നത്തെ കാലത്തെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വാർക്കനോ വന്നപ്പോൾ സഡൻലി ദ ഫിഷർമെൻ ലെഫ്റ്റ് ഫ്രം ദെയർ കനോ ആൻഡ് സീസ് ദ ടു വിമൻ, ബൗണ്ട് ദെയർ ഹാൻഡ്സ് ഫീറ്റ് വിത്ത് വൈൻ ആൻഡ് ടോസ് ദം ടു ദ ബോട്ടം ഓഫ് കനോ ആൻഡ് സെറ്റ് ഓഫ് ഇൻ ഗ്രേറ്റ് ഹേസ്റ്റ് ഫോർ ഹോം. പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ ഫിഷർമെൻ എന്ത് ചെയ്തു, ഈ ഫിഷർമെൻ ഇവരെല്ലാവരും സീക്രട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഫ്രം ദെയർ കനോ എന്ന് ചാടി ഇറങ്ങി, അവരുടെ ആ ഒരു വഞ്ചിയിൽ നിന്ന്, പൈക്കപ്പിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് രണ്ടുപേരെയും പിടിച്ച് കൈയും കാലിലും ഈ വള്ളി വെച്ചിട്ട് കെട്ടി അവരുടെ ആ ഒരു പൈക്കപ്പലിൻ്റെ ബോട്ടം അടിയിലേക്ക് ഇട്ടുകൊണ്ട് പെട്ടെന്ന് അവരുടെ ഗ്രാമത്തിലേക്ക് പോകുകയാണ്. Although the women pleaded for their lives, the cruel warriors from Nabukalavu didn't listen to their entreaties. അപ്പോൾ ഈ രണ്ട് സ്ത്രീകളും എന്ത് ചെയ്തു, എന്ത് ചെയ്തു, റിക്വസ്റ്റ് ചെയ്തു, എങ്ങനെയെങ്കിലും ഇവരെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തെങ്കിലും ക്രൂരന്മാരായ ഈ വാരിയേഴ്സ്, ഈ പടയാളികൾ, നബുക്കലവിലെ പടയാളികൾ എന്ത് ചെയ്തില്ല, ഇവരുടെ എൻട്രീറ്റി എന്ന് വെച്ചാൽ ഹംബിൾ റിക്വസ്റ്റ് ആണ്. ഇവരുടെ ഹംബിൾ റിക്വസ്റ്റ് അവർ കണക്കിലെടുത്തേയില്ല. The gods of the sea, however, very kind and soon create a great storm arose and the canoe was tossed about by huge waves which almost swamped it. അപ്പോൾ പക്ഷേ ദേവത അല്ലെങ്കിൽ കടൽ ദൈവം ഉണ്ടല്ലോ, കടൽ ദൈവം ഇത് കേട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി ഇവരെക്കാളിലും കൈൻഡായിട്ടുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, വലിയൊരു സ്റ്റോം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, ഇവരുടെ ആ ഒരു കപ്പൽ അല്ലെങ്കിൽ കനോ എന്ത് ചെയ്തു, മറിച്ചിട്ടു. ടോസ് ചെയ്തു എന്ന് വെച്ചാൽ മറിച്ചിട്ടു. അപ്പോൾ അതെന്ത് ചെയ്തു, ഇവരുടെ ആ ഒരു യുദ്ധക്കപ്പൽ മറിച്ചിട്ടു. അപ്പോൾ ഓൾമോസ്റ്റ് സ്വാമ്പിട്ടിട്ടെന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ അത് ഓൾമോസ്റ്റ് അതെന്ത് പോയി, മുങ്ങിപ്പോയി എന്നുള്ളതാണ്. And the canoe foundered in the sea. The fishermen were
astounded to notice that the two women lying in the water in the hold of canoe had suddenly changed into turtles. അപ്പോൾ ഇവരുടെ ആ ഒരു കനോ തല തിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ എന്താണ്, അതിൻ്റെ ആ ഒരു എവിടെയോ ഹോൾഡ് ചെയ്തുകൊണ്ട് നിന്നിരുന്ന രണ്ട് സ്ത്രീകൾ പെട്ടെന്ന് ആമകളായിട്ട് മാറി. ആൻഡ് ടു സേവ് ദെയർ ഓൺ ലൈഫ്സ്. അപ്പോൾ ഇത് കണ്ട് പേടിച്ച് അവരെന്ത് ചെയ്തു? ദ മെൻ സീസ്ഡ് ദം ആൻഡ് ത്രൂ ദം ഇൻ ടു ദ സീ. അവരെ വേഗം കെട്ടഴിച്ച് എന്ത് ചെയ്തു? കടലിലേക്ക് എറിഞ്ഞു. ആസ് എ സ്ലിപ്ഡ് ഓവർ ദ സൈഡ് ഓഫ് ദ കാനോ ദ വെദർ ചേഞ്ച്ഡ് ആൻഡ് ദെയർ വെർ നോ മോർ വേവ്സ്. അപ്പോൾ എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ ആ ഒരു പായ്ക്കപ്പിലെ വഞ്ചി എന്താണോ അത് നേരെ ആക്കിയപ്പോൾ എന്താണ് വെതറൊക്കെ ഓക്കെ ആയി. അപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റോമും എല്ലാ വെള്ളപ്പൊക്കവും പോലെയുള്ള സംഭവങ്ങളൊക്കെ മാറി. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. And the KADAVU fishermen continued their journey back to their home village. And the two women from Namuana who had been changed to turtles lived on the waters of the bay. അങ്ങനെ അവർ KADAVUവിലെ ഫിഷർമാൻമാർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോടി. ഈ രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്തു? ആമയായിട്ട് മാറി. അവർ ഈ വെള്ളത്തിൽ ഈ ബെയിലിൻ്റെ അരികിനോട് ചേർന്നായിട്ട് അവരിപ്പോഴും ജീവിക്കുന്നു. ഇറ്റ് ഈസ് ദെയർ ഡിസെൻഡൻസ് ടുഡേ. അവരുടെ ബാക്കി തലമുറകളാണ് who rise from the water when the maidens of their own village sing songs to them from the cliff. ആ ക്ലിഫിൽ നിന്നുകൊണ്ട് പാട്ട് പാടുന്ന സമയത്ത്, തൻ്റെ ഗ്രാമത്തിലെ സ്ത്രീകൾ പാട്ട് പാടുന്ന സമയത്ത് ഈ ടിനേക്കോബോഗയുടെയും റൊഡാലിസിൻ്റെയും ബാക്കി തലമുറക്കാരാണ് ഈ അവിടെ ഉയർന്നു വന്നത് എന്നാണ് പറയുന്നത്. The translation of the strange song which is entangled on such occasion is as follows. അപ്പോൾ അവർ ആ ഉരുവിടുന്ന മന്ത്രത്തിൻ്റെ ഒരു അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്. The women of Namuana are all dressed in mourning. മോർണിംഗ് എന്ന് പറഞ്ഞാൽ അവർ സങ്കടത്തിലാണെന്നാണ് പറയുന്നത്. നമുവയിലെ സ്ത്രീകളെല്ലാം സങ്കടത്തിലാണ്. ഈച്ച് ക്യാരീസ് എ സേക്രഡ് ക്ലബ് ഈച്ച് ടാറ്റൂഡ് ഇൻ എ സ്ട്രേഞ്ച് പാറ്റേൺ. അവർ ഒരു സ്ട്രേഞ്ച് ടാറ്റു അവരുടെ ദേഹത്തുണ്ട്, അവരുടെ കയ്യിലുണ്ട്. Then do rise to the surface, Rhodalis, so we may look at you. Do rise to service, Tinecoboga. Rhodalis, Tinecoboga, നിങ്ങൾ ഉയർന്നു വരൂ, ഞങ്ങൾ നിങ്ങളൊന്ന് കാണട്ടെ എന്നുള്ളൊരു മന്ത്രമാണ് അവർ ഉരുവിടുന്നത്. You may doubt the truth of the legend. ഇത് സത്യമാണെന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നാം. But you cannot doubt the fact that the chanting of this strange song does in fact lure the giant turtles to the surface of the blue waters of the bay near Namuana village on the island of KADAVU. ഇത് സത്യമാണെന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷേ നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റുന്നത് ഈ മന്ത്രം ഉരുവിടുന്ന സമയത്ത് ഈ ആമകൾ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് പറയാണ്. ഇതാണ് സേക്രഡ് ടർട്ടിൽസ് ഓഫ് KADAVU എന്ന ചാപ്റ്റർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. താങ്ക് യു.